താനെന്റെ ഒച്ച ഒന്ന് കുറയ്ക്കാവോ? അല്ലെങ്കിൽ അതൊന്ന് ഓഫ് ചെയ്തേ. എന്തു പറ്റി സാറേ? സാറ് ഭയങ്കര ടെൻഷനിലാന്ന് തോന്നുള്ളൂ. ജോലി സംബന്ധമായിട്ട് എന്തെങ്കിലും പ്രശ്നമാണോ? വേറൊന്നുമല്ല, ഇപ്പൊ ഗൾഫിലെല്ലാവരും ജോലി ഭയങ്കര പ്രശ്നമാണേ, അതുകൊണ്ട് ചോദിച്ചാ. സാർ നാട്ടിലെവിടെയാ? സാറേ, സാറിന്റെ സ്ഥലം എത്തി. ഇയാൾ ഫോണും വെച്ച് മറന്നിട്ട് പോയാ? ഹലോ, ഇത് വണ്ടി കയറിയ സാറിന്റെ ഫോണായിരുന്നേ. അത് പുള്ളി ഇവിടെ വെച്ച് മറന്നുപോയി. ആണോ? ഞാനുള്ള ഫ്രണ്ടാണേ. ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. പുള്ളി എനിക്കൊരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. പുള്ളി ചില ഫാമിലി ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. പുള്ളി ആത്മഹത്യ ചെയ്യാൻ പോകുന്ന പറഞ്ഞ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നേ. ഒന്ന് നോക്കാൻ പറ്റുമോ? നോക്കാം സാറേ, ഞാൻ ഇപ്പൊ തന്നെ പോയി നോക്കാം സാറേ. സാറേ, സാറിന്റെ ഫോൺ വണ്ടിയിൽ വെച്ച് വന്നു, അത് തരാൻ വേണ്ടി വന്ന. സാറേ ഒരു മിനിറ്റ്. സാറിന്റെ പ്രശ്നം എന്താണെന്നുള്ള കാര്യം എനിക്കറിയില്ല. എന്തിന്റെ പേരിലായാലും വെറുതെ ജീവിതം നശിപ്പിച്ചേ മതി. സാറേ, സാറിനെ ഉപദേശിക്കാനുള്ള വിദ്യാഭ്യാസമൊന്നും എനിക്കില്ല. ഞാൻ പറയുന്നുള്ളൂ സാറേ. എനിക്കെന്താ അറിയാം അതിനെ പറ്റി? എല്ലാം പോയതോ, കഷ്ടപ്പെട്ട് സമ്പാദിച്ചൊക്കെ പോയി. അതിനൊന്നും എനിക്കൊരു വിഷമമില്ല. പക്ഷെ എനിക്ക് നേരിച്ച ഭാര്യ അവർക്കെന്നെ വേണ്ടോ? ഞാൻ കഷ്ടപ്പെട്ടു. സാറേ, ഒരു കാര്യം ഉറപ്പാണ്, സാറിനേക്കാളും കൂടുതൽ പ്രശ്നങ്ങളുള്ള 1000 പേരുണ്ട് നമ്മുടെ ചുറ്റും. അവരൊക്കെ ജീവിക്കണല്ലേ, അതുപോലെ ജീവിച്ച് കാണിക്കണം സാറേ. ഞങ്ങളൊക്കെ തന്നെ രാവിലെ റോട്ടിലേക്ക് ഇറങ്ങുമ്പോൾ എന്താ പ്രാർത്ഥിക്കുന്നതെന്ന് പറയും? ഒരു ദിവസം കൂടുതൽ ആയുസ് നീട്ടി കിട്ടുന്നത്. നമ്മുടെ പുറകിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരുപാട് പേരുണ്ടേ. എല്ലാം ശരിയാവും സാറേ, കണ്ണു തുറന്ന് നോക്കിയാൽ മതി, നമുക്ക് എല്ലാവരും കിട്ടും. ഒരാൾക്കെങ്കിൽ ഒരാൾക്ക് നമ്മളെ കൊണ്ട് ചിലപ്പോൾ പ്രയോജനം ഉണ്ടാവും സാറേ. എന്റെ പേര് പറഞ്ഞില്ല. നമുക്ക് ഈ ലോകത്ത് ഒറ്റ പേരല്ലേ സാറേ ഉള്ളൂ, ടാക്സി ഡ്രൈവർ.